റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും അവിടുത്തെ അനുയായികളെ കുറിച്ചും പരിചയപ്പെടുത്തുമ്പോൾ പറയാണ്, അവര് ഭയങ്കര കാരുണ്യമുള്ളവരാണ്, പരസ്പര സ്നേഹമുള്ളവരാണ്. ഈമാനുള്ള വിശ്വാസികളെ ആ ഒരു സ്നേഹം ഹൃദയത്തിന്റെ ഉള്ളിലങ്ങ് രൂഢമൂലമായാൽ ആ സ്നേഹം തിരിച്ചെന്തായാലും പ്രതിഫലിക്കാതിരിക്കൂല. സ്നേഹം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ പ്രതിഫലിക്കാതിരിക്കൂല. നമ്മൾ കൊടുക്കുന്ന സ്നേഹം എവിടെയാ കൊടുക്കുന്നത് എന്നറിയോ? അള്ളാന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നോട് സലാം പറഞ്ഞാൽ ഫർദ് അലൈഹി സലാം, നിങ്ങളെ സലാം ഞാൻ മടക്കും കേട്ടോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നോട് സലാം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സലാം മടക്കും. ഏത് കാലത്ത് മടക്കൂന്നാ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രം മടക്കൂന്നാണോ? അല്ല വഫാത്തിന്റെ ശേഷം മടക്കൂല എന്നാണോ? അങ്ങനെയാണെങ്കിൽ അത്തഹിയ്യാത്തിൽ നമ്മളോട് സലാം പറയാൻ വേണ്ടി പറയില്ലല്ലോ. ഒരു വായു കിടക്കാനുള്ള സലാം, അങ്ങനെ ഒരു സലാം ഇസ്ലാം പഠിപ്പിക്കുമോ? ഏതെങ്കിലും വിവരമില്ലാത്ത നബിതങ്ങളോടുള്ള വിരോധത്തിന്റെ പേരിൽ ഏതെങ്കിലും യഹൂദികളുടെ ആചാരം വാങ്ങിയിട്ട് പ്രസംഗിക്കാൻ ഇറങ്ങുന്ന മുസ്ലിം നാമധാരികളെ വാക്ക് കേട്ടിട്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഏത് പുത്തൻവാദിയും വിളിച്ചോളണം നിസ്കാരത്തിൽ. അർത്ഥം അറിയാത്തത് കൊണ്ടാണോ ഇതുവരെ വിളിച്ചത് എന്നറിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിസ്കാരത്തിൽ വിളിച്ച് സലാം പറഞ്ഞോളണം. ആ സലാം മടക്കപ്പെടുമെന്നാണ് ഹദീസ് ഓതിയിട്ട് പറഞ്ഞത്. ഫർദ് അലൈഹി സലാം, ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്ന് എന്നോട് സലാം പറഞ്ഞാലും ഞാൻ അവന്റെ സലാം മടക്കും കേട്ടോ. മറ്റൊരു ഹദീസിൽ കാണാം, റദ്ദല്ലാഹു റൂഹി ഫർദ് അലൈഹി സലാം, എന്നോട് സലാം പറഞ്ഞാൽ എന്റെ റബ്ബ് എന്റെ റൂഹ് എനിക്ക് തിരിച്ചു തന്ന് ഞാൻ അവന് സലാം മടക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനെന്താ വേണ്ടത് എന്നറിയോ? നമ്മളെ നാട്ടിലെ കടയിൽ പോയിട്ട് 250 രൂപയുടെ GPS റീചാർജ് ചെയ്യലല്ല. ഇതിന് നമ്മൾ ചെയ്യേണ്ട പണി എന്താണ്? നമ്മളെ കടയിൽ പോയിട്ട് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യലല്ല, അല്ലെങ്കിലോ നമ്മളെ TV-യിൽ റീചാർജ് ചെയ്യലല്ല, നമ്മളെ ക്യാമറയിൽ ഇന്റർനെറ്റിന്റെ കണക്ഷൻ കൊടുക്കലല്ല, അല്ലെങ്കിൽ മദീനയിൽ കൊണ്ടുപോയിട്ട് ഒരു മൊബൈൽ ഫോൺ ഓണാക്കി വെക്കലല്ല, അല്ലെങ്കിൽ റൗള ഷരീഫിൽ പോയിട്ട് ഒരു സ്പീക്കർ വെച്ച് കൊടുക്കലല്ല. ഇതിന് വേണ്ടത് എന്താണെന്നറിയോ? മഹബ്ബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്നേഹം ഒരിക്കലും പാഴായി പോകുന്ന സ്നേഹമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. എന്റെ വയൽ കേൾക്കുന്ന ഉമ്മമാരെ, നമ്മൾ ജീവിക്കുന്ന ലോകമേതാ? സ്വന്തം ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതമാണ്. 2 മക്കളുണ്ട്, സന്തുഷ്ടമായ ജീവിതമാണ്. 2 നിലയുള്ള വീടുണ്ട്, ക്യാമറ സംവിധാനങ്ങളുണ്ട്, സ്വിമ്മിംഗ് പൂളുകളുണ്ട്, സൗകര്യങ്ങളുടെ മണിമാളികൾ ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്വന്തം ഭർത്താവിനെ ചതിച്ചിറങ്ങി പോകുന്ന ഭാര്യയ്ക്ക് മനക്ലേശമില്ല, മനപ്രയാസമില്ല. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. സ്വന്തം ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് സ്വന്തം ഭർത്താവിനെ ചതിക്കുന്നതിന് മടിയില്ലാത്ത പെണ്ണ് ജീവിക്കുന്ന കാലമല്ലേ? സ്വന്തം ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുമ്പോ അന്യ പെണ്ണിനാലോചിച്ച് സുഖമെടുക്കുന്ന ഭർത്താവ് ജീവിക്കുന്ന കാലമല്ലേ? അല്ലാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ചതിയുടെ സ്നേഹമല്ല, മറ്റെന്തെങ്കിലും പിക്ചർ കാണുമ്പോഴേക്ക് തകിടം മറിഞ്ഞു പോകുന്ന മനസ്സുകളല്ല. ഇഷ്ടപ്പെടുന്ന ഹൃദയങ്ങൾക്ക് താലോലിച്ചിട്ട് സലാം മടക്കൂന്ന് പറഞ്ഞ നേതാവല്ലേ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ ഈമാനുള്ള വിശ്വാസികളൊന്നും ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നാൽ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അതാരാ? വെറും നാവ് കൊണ്ട് മാത്രം പറഞ്ഞ് എന്നെയും നിങ്ങളെയും വെറുതെ താൽക്കാലികമായ സ്നേഹം പിടിച്ചെടുക്കാനുള്ള വാക്കുകളിൽ ഒതുക്കിയ നേതാവാണോ? അല്ല. സ്നേഹിക്കുന്നവർക്ക് ഹൃദയം പറിച്ചു കൊടുത്ത നേതാവാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അനുഭവം ജീവിതത്തിൽ കിട്ടണോ?
അവിടത്തോട് ഹൃദയത്തിൽ നിന്ന് ഹൃദയവുമായുള്ളൊരു കണക്ഷൻ വേണം, മനസ്സിന്റെ ഉള്ളിലുള്ളൊരു സ്നേഹം വേണം. ആ മനസ്സറിഞ്ഞുള്ള സ്നേഹം കയ്യിലുണ്ടെങ്കിൽ ആ നേതാവ് എന്നെയും നിങ്ങളെയും തിരിഞ്ഞു നോക്കാതിരിക്കില്ല. അതുകൊണ്ടാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ എന്റെ കണ്ണിന് ഏറ്റവും വലിയ കുളിർമയുണ്ടാകുന്നത് ഓ ഹബീബായ നബിയേ, അങ്ങയുടെ ഏറ്റവും ഭംഗിയുള്ള മുഖത്തേക്ക് നോക്കിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് നബിയേ. ചൊല്ലിക്കോ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. വെറുതെയാണോ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി എന്ന് റബ്ബിനെ വിളിച്ച് പാടുമ്പോൾ ഈമാനുള്ള വിശ്വാസിയുടെ ഹൃദയത്തിൽ ആ നേതാവിനോടുള്ള ഹൃദയത്തിന്റെ ഉള്ളിലെങ്ങനെ രൂഢമൂലമായാൽ ആ സ്നേഹം തിരിച്ച് പ്രതിഫലിക്കൂന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ തൃക്കരിപ്പൂരിലെ ജനങ്ങളോട് ഇന്ന് മദ്ഹുർ റസൂൽ പ്രഭാഷണമുണ്ടെന്ന് പറഞ്ഞപ്പോ, അവിടുത്തെ മദ്ഹ് പറയാനും പാടാനും ഒരുമിച്ച് കൂടണമെന്ന് പറഞ്ഞപ്പോ ഹൃദയം തുളുമ്പുന്ന ഹൃദയത്തോടെ മജ്‌ലിസിലേക്ക് എത്തിയത് അവിടത്തോടുള്ള സ്നേഹമാണോ? വെറുതെയായി പോകൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ ഹബീബായ നബിയേ, അങ്ങയോടുള്ള സ്നേഹം, ആ സ്നേഹത്തിന്റെ പതേ കോലമാ പരിചയപ്പെടുത്തുന്നത്. ലോകത്ത് എന്ത് കണ്ടാലും അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ലോകത്തെന്ത് കണ്ടാലും